ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു മന്തി റെസിപ്പി ആയിട്ട് വന്നിട്ടിരിക്കുന്നത്. റെസിപ്പിക്ക് ആവശ്യമായ ബസ്മതി റൈസ് നമ്മളിവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് അത്യാവശ്യം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച ഓൾ സ്പൈസസ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് ക്രഷ് ചെയ്തെടുക്കണം. ഇതന്നെയാണ് നമ്മൾ മന്തിക്കും, വേറെ മസാല ഒന്നും സ്പെഷ്യലി ആഡ് ചെയ്യുന്നില്ല. ഈ റെസിപ്പി നന്നായി പൊടിച്ചെടുത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളെ ബീഫിലേക്ക് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യണം. ഫസ്റ്റ് ചപ്പത് പുതിന, പിന്നെ ജിഞ്ചർ ഗാർലിക്, പിന്നെ മാഗി ക്യൂബ് 2-3 ഇട്ടെടുത്തു. പിന്നെ നമ്മളെ ഓൾ സ്പൈസസ്, പിന്നെ ഇതിലേക്ക് കുറച്ച് സുറുക്ക വയ്ക്കുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ. ഇത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യണം, 1 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അതിന് ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈസ് വേവിച്ചെടുക്കുകയാണ്. ബീഫ് അപ്പുറത്ത് നിന്ന് നല്ല വിസലടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല. ആ ടൈമിനുള്ള മയോണൈസും ഇവിടെ റെഡി ഗൈസ്. റൈസിനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് സൺഫ്ലവർ ഓയിലിട്ട് ഓണിയനും കുറച്ച് ചില്ലി എടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വഴറ്റിയെടുക്കണം. ബീഫ് വിസിലൊക്കെ പോയി നോക്കിയപ്പോൾ ബീഫിൻ്റെ വേവ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ബീഫ് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് മുകളൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ മുകളിലൊരു മുരിച്ചിൽ വന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരിക്കലും ഇതൊരു ഉറപ്പാവുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കില്ല. ബീഫിലെ ആ വെള്ളം ഉണ്ടല്ലോ, ബീഫ് മാറ്റിയുള്ള ആ വെള്ളം നമ്മൾ ആ നേരത്തെ അത് വാട്ടി വെച്ച ഉള്ളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക. ആ നേരം അവിടെ എന്താ ഉണ്ട്, ക്യാരറ്റ് ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് ഒരു സൈഡ്. ആ ഗ്രേവിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ടിട്ട് അതിൻ്റെ ഏറ്റവും മേലെ കുറച്ച് ഗ്രേവിയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫും നന്നായിട്ട് മുകളിലേക്ക് നല്ല ദം ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് സ്മോക്കി വേണ്ടവർക്ക് കുറച്ച് കനലെടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ അത്യാവശ്യം സ്മോക്കും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് അടച്ച് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അടിപൊളി നല്ല ടേസ്റ്റി മന്തി, ബീഫ് മന്തിയാണ് കിട്ടുന്നതാണ്. ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സി യു.